എത്ര വണ്ടിമാര് സ്പോൺ ചെയ്ത് വെച്ചേക്കുന്നത്? ഇതെന്തായാലും ഇത്ര സ്പോൺ ചെയ്തെന്ന് അറിയാം ബ്രോ. എനിക്കൊന്ന് കീ കിട്ടാനാ തോന്നുന്നു. പക്ഷെ ഡി മേടിക്കുമ്പോൾ അവരത് കീ പോകുന്നല്ലേ? അല്ല, ഡി മേടിക്കാൻ പോകത്തില്ല. അതുകൊണ്ട് സേവ് ചെയ്തല്ലേ പറ്റും. നമ്മളെ വണ്ടി നമ്മൾ തന്നെ ആ വണ്ടിക്കകത്തിന് ഡി മേടിച്ചാൽ പോകും. GPA ആൻഡ് XT അവിടെ അടി തുടങ്ങിയിട്ടുണ്ട്. KVPയുടെ KP ഇവിടെ കാണുന്നില്ല. ഇവിടെ ഉണ്ട്, 4 പേര് ഇവിടെ ഉണ്ട്. KVPയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ കണ്ടിട്ട് അവർ നല്ലപോലെ പ്ലാൻ ചെയ്തിട്ടാണ് ഇന്ന് ഈസ്റ്റ് എഫ് കളിക്കാൻ വന്നതെന്നാണ് തോന്നുന്നത്. കാരണം അവരുടെ വണ്ടികൾ കിടക്കുന്ന രീതിയായാലും അവരുടെ ആൾക്കാർ നടക്കുന്ന രീതിയായാലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് അവരിന്ന് നല്ലൊരു പ്ലാനിലാണ് വന്നിരിക്കുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ റെഡി ആയിട്ട് നിൽക്കുന്നതെന്നാണ് തോന്നുന്നത്. അടുത്ത് പോയി കേട്ട് നോക്കിയാലോ. എന്തൊക്കെയാ ഇത് TDM-ൽ പോയെന്ന് ഫസ്റ്റ് അത് അവർ പ്ലാനോട് കൂടി തന്നെയാണ് കേസ് വന്നത്. അത് പ്ലെയർ വരാത്തതുകൊണ്ട് കാത്തു നിന്നതല്ല. അവരുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ എല്ലാവരും വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് അവർ കാത്തു നിന്നതാണ്. മനസ്സിലായോ? പെയിൻ ഏത് ഗ്യാങ്ങിലാന്നോ? പെയിൻ ഇപ്പം ഗ്യാങ്ങിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു, അറിയത്തില്ല ഉണ്ടോന്ന്. ഓക്കെ, KVPയുടെ എല്ലാ വണ്ടികളും ഇവിടെ എത്തിയിട്ടുണ്ട്. TVയുടെ വണ്ടികൾ വന്ന് അഗ്രഷനോടുകൂടി തന്നെ പിറ്റിയാൻ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ TVയുടെ നീൽ, ഇറ്റാച്ചി ആൻഡ് ജുഗ്രു അടങ്ങുന്ന 3 വണ്ടി ആൻഡ് മോബി അടങ്ങുന്ന 4 വണ്ടികളാണ് ഇവിടെ KVPയുടെ പിറ്റിങ്ങിലായിട്ട് എത്തിയിരിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ KVP സോൺ എൻട്രി ആണോ ആദ്യം എടുക്കാൻ പോകുന്നത്, അതോ പിറ്റിംഗ് ആണോ കമ്മിറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നത്. അവരുടെ പ്ലാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി TVയുടെ 12 പേരും KVP 12 പേരും ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാ പ്ലേയേഴ്സും സിറ്റിയിലുണ്ട്. അവരുടെ പ്ലാൻ അപ്പോൾ ഫുൾ ആൻഡ് ഫുള്ളി അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ അവർക്ക് പോസിബിളാണ്. എന്താണ് KVP ചെയ്യാൻ പോകുന്നത്? അവരുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഏത് ദിശയിലോട്ട് പോയി? ഓക്കെ, നീലിൻ്റെ വക ഒരു അഗ്രസീവ് ഒരു സ്പ്രേ KVPയുടെ വണ്ടികളിലോട്ട്. ഈ ടർഫിന് ആണ് മറന്നു വന്നതിന് മുന്നേ ആഡ് ഇട്ടേക്ക്. മറന്നു പോകരുത്. യെസ്, അപ്പോൾ പിറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നോ സോൺ. ഇത് അഡ്മിൻ പോയോ? അത് നറുട്ടോടെ പോയാടാ? കോണാണോ അവിടെ? ഓക്കെ, KVPയുടെ വണ്ടികൾ വീണ്ടും റിപ്പയർ ചെയ്തിട്ടുണ്ട്. അവർ വീണ്ടും ആ ഒരു പിറ്റിങ്ങിൽ തന്നെയാണെന്ന് തോന്നുന്നു. സോ എന്താണ് ഉദ്ദേശിക്കുന്നത് KVP? TVയുടെ കൂടെ ആ ഒരു പിറ്റിങ്ങിൽ തന്നെ പിറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് KVP ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അവരുടെ ഒരു പ്ലാൻ എക്സിക്യൂഷൻ നമുക്ക് എങ്ങും കാണാൻ സാധിക്കുന്നില്ല.
KVPയുടെ 5 വണ്ടികൾ ഈ ഒരു ഏരിയയിൽ തന്നെ ഉണ്ട്. TVയുടെ ഇറ്റാച്ചി, അതേപോലെ തന്നെ നീൽ ആൻഡ് മോബി ആൻഡ് ജുഗ്രു, ഇവരുടെ വണ്ടികളെല്ലാം സോണിൻ്റെ എഡ്ജുകളിൽ തന്നെ ഉണ്ട്. സമയം ഓൾറെഡി 6 മിനിറ്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് ടർഫ് സ്റ്റാർട്ട് ചെയ്തിട്ട്. സോ KVPയുടെ പ്ലാൻ അവർ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുകയാണെന്ന് തോന്നുന്നു. അവരുടെ വണ്ടികളെല്ലാം ഒരുമിച്ച് വന്ന സമയത്ത് തന്നെ നീലവിടെ ആ ഒരു വണ്ടീനെ പിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അവരുടെ ബാക്കിയുള്ള വണ്ടികളും ആ ഒരു ഏരിയയിലോട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. പൂവള്ളി ഇന്ദിചൂടൻ, ഈ പേര് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. പൂവള്ളി ഇന്ദിചൂടൻ, ഓക്കെ, ഐ സി. KVP ടൊറസ് ഫാങ്ങിനെ സ്വന്തം ആൾക്കാർ തന്നെ പിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വിൻസെൻ്റ് ആൻഡ് സൈമിസ് കാർ ഇവിടെ ഉണ്ട്. മൊട്ടലിജിൻ ആൻഡ് മാർക്ക് ഹെൻറി, അതേപോലെ തന്നെ പക്കി, KVP പക്കി. ഇത് SR പക്കിയാണോ ഇത്? ഇച്ചിഗോയോ? പേര് വായിക്കട്ടാ, അടങ്ങിക്കടാ. ക്രേസി ഗോപാലൻ, പക്കി, ഐസൻ, ഇച്ചിഗോ, വിക്കി, ഈത്തൻ. SKV മണ്ടിൽ പ്ലെയറോ? ഓക്കെ, ടീമിയുടെ സൈഡിൽ നിന്ന് നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. KVP ഇവിടെ ഒരു കമ്മിറ്റിംഗ് അവർ കാണിച്ചിട്ടുണ്ട്. എന്താണ് ചെയ്യാൻ പോകുന്നത്? അത് തന്നെ, നമ്മളിപ്പോൾ എത്ര നാളായി ടർഫ് കളിച്ചിട്ട്? കുറേ ആയി. E47 പ്ലേയേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഓ, അങ്ങനെ. ആരാണ് കോൾ കൊടുക്കുന്നത്? ഇത് കോളൊന്നും ഇല്ലേ? എനിക്ക് കേൾക്കാത്തെന്ന്. ഇല്ല, ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അവരിവിടുത്തെ ഇരിപ്പുണ്ട്. ഇറ്റ്സ് ഫൈൻ. ഇൻ ഗെയിം തന്നെയാണ് കമ്മ്യൂണിക്കേഷൻസ് പോകുന്നത്. Admin, please come on. No zone. P/84. Admin, please come. 37. 37. Hello? Turf UAE. എന്താടാ? ടർഫ് ഹഡ്. ഓക്കെ, സോൺ ഷിഫ്റ്റ് നടന്നിരിക്കുകയാണ്. ഹലോ, ശരിയായില്ല. നീ ഹെൽപ്പ് അഡ്മിൻ വിളിച്ചോട്ടെ ബ്രോ. വർക്കാവില്ല ബ്രോ. അത് ആദ്യം എനിക്ക് വന്ന് ഇപ്പൊ വരാനില്ല. അത് അടിച്ചിട്ട് എന്റെ മൗസ് അൺലോക്ക് ആയി വരുന്നു. അത്ര തന്നെ ടർഫ് അടിക്കുമ്പോ. റെസല്യൂഷൻ വ്യത്യാസം ഉണ്ടാവും. 37 സെറ്റായോ? അത് കുറച്ച് നാളായി. നോക്കട്ടെ. അടിച്ചു നോക്കിയ ഓ, അവർ മെയിൻ സാർ ടർഫിലോട്ട് വണ്ടി ചാടിച്ചു. ഇതുവഴി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സൂയിസൈഡ് അല്ലേ? ജുഗ്രു ഇറങ്ങി, ബട്ട് മോബി വന്ന് പിറ്റ് ചെയ്തുകൊണ്ട് ജുഗ്രു അവിടെ വണ്ടി ഇടിച്ച് വീണിരിക്കുകയാണ്.
ഇപ്പം ടി വി റോളാണോ? അല്ലല്ല, എനിക്ക് നോഗാങ് ആണ് ഇപ്പോൾ കറണ്ട്. ഞാനത് മാറ്റി. ഇവിടെ പിറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് ഹെൻറിയൻ മുട്ടൻ്റെ ചെയ്തു. ഇത് കയറുന്നുണ്ടോ? ഓക്കെ, വീണ്ടും അവരുടെ അടുത്ത വണ്ടി അതിൻ്റെ അകത്ത് പെട്ടിട്ടുണ്ട്. സോറോയുടെ വണ്ടികളെല്ലാം. ഇവിടെ ഒരു വണ്ടി ഈ ഒരു ഏരിയ തന്നെ ഹോൾഡ് ചെയ്യുകയാണ്. സ്റ്റക്കാതെന്ന് വെടി വെക്കാത്തയാണോ? ഒസാക്ക കേവിയലല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പം സ്ലോട്ട് ആരോ കയറ്റാൻ വേണ്ടിയിട്ട് റിമൂവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു സ്ലോട്ടിൽ നിന്ന്. നോ ഐഡിയ. എന്തു പറ്റി? സോണിൽ ഒസാക്ക എക്സാം എന്തോ ആണ് എന്ന് പറഞ്ഞായിരുന്നു. നമ്മളത്തേക്ക് ആരോ ആക്റ്റീവായിട്ടുള്ള ആരോ കയറ്റാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എപ്പോൾ സാമ്പ് കൊള്ളാം, ഇഷ്ടപ്പെട്ടോ? ജുഗ്രു മോബി. ഓക്കെ, ആ ഒരു വണ്ടി ഓക്കെ, അവർ ആ ഒരു ഏരിയയിൽ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. സ്പെക്ടോറെ, റൊസാരിയോ ആൻഡ് ടോറസ് ഫാങ് ആണ്. എന്തൊരു പിറ്റടിയത്! ആ വണ്ടി ഇടിച്ച് വെള്ളത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വണ്ടി കേടാവുന്നതായിരിക്കും. മോസ്റ്റ്ലി ഇപ്പോൾ വെള്ളത്തിൽ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, വെള്ളത്തിൽ പോയി. ഇല്ല ഇല്ല, കേറി, ഓടി കേറി. ഓക്കെ, അവിടെ വണ്ടി ഫുള്ളി ഷട്ട് ഡൗൺ ആയില്ല. അവരുടെ വണ്ടി അവർ ഓടിച്ച് കയറ്റിട്ടുണ്ട്. അവരുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാവരും ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ഒരു അഗ്രസീവ് പുഷ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മോബി ആൻഡ് ജുഗ്രു മാത്രമാണ് ഈ വണ്ടികളിൽ കറൻ്റ് ഉള്ളത്. പൂവള്ളി ഇത് ചൂടൻ അവിടെ ആ ഒരു സ്പോട്ട് നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരൊരു ആംഗിൾ ഹോൾഡ് എടുക്കാൻ നല്ല ചാൻസ് വളരെ കൂടുതൽ. ഉമ്മാരിപ്പം ഇതിവിടെ പൊട്ടിമുളച്ച് വന്ന് ഇതാരാ? വോട്ട് പട്ടി. ഓക്കെ, ജുഗ്രു ഇവിടെ ഒറ്റയ്ക്ക് ഇറങ്ങുന്ന വെടിവെക്കുന്നുണ്ട്. ജുഗ്രു അവിടെ ഒറ്റയ്ക്ക് ഇറങ്ങിയെന്ന് അവിടെ സ്പ്രേ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജുഗ്രു അവിടുന്ന് വണ്ടി എടുത്ത് പോയിരിക്കുകയാണ്. ഓക്കെ, ടി വിയെ അവരുടെ റൊട്ടേഷൻസ് മാറ്റിയിട്ടുണ്ട്. അവരുടെ പ്ലേയേഴ്സിനെ എല്ലാം കുറച്ചും കൂടെ സ്പ്ലിറ്റ് ആക്കിയിട്ടാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ടർഫിന്. എന്താണ് ബാക്കി നടക്കാൻ പോകുന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പൂവള്ളി, ഇറ്റാശി, നീൽ. പൂവള്ളീനെ അവിടെ ചരിച്ച് നിർത്തിയിട്ടുണ്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ ബാക്കിയുള്ളൊരു വണ്ടി റിപ്പയർ ചെയ്യാൻ തന്നു. ഇവിടെ കോൺവെർസേഷൻ വല്ലതും നടക്കുന്നുണ്ടോ? അവിടെ എന്തോ ഒരു കോൺവെർസേഷൻ നടന്നു. നമുക്ക് ആ ഒരു കോൺവെർസേഷൻ മിസ്സായിപ്പോയി തോന്നുന്നു. അവരുടെ ഓൾഡ് ടീംമേറ്റ്സ് ആണ്. സോ അവർ തമ്മിലുള്ള എന്തെങ്കിലും ഫൺ കോൺവെർസേഷൻ ആയിരിക്കും നടന്നത്. പൂളി എല്ലാവരും വെട്ടിച്ചുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോക്ക് പോകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ.
ഓക്കെ അഗെയിൻ KVP ഈ ഒരു ഏരിയ തന്നെ ഹോൾഡ് ചെയ്യുകയാണ്. എന്താണ് KVP ചെയ്യാൻ പോകുന്നത്? KVP എന്താണ് ഇത്ര ഡിലേ കാണിക്കുന്നത്? എന്താണ് KVP? സോൺ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. ബട്ട് KVPയുടെ സൈഡിൽ നിന്നും ഒരു അഗ്രഷൻ അല്ലെങ്കിൽ ഒരു അവരുടെ പ്ലാൻ എക്സിക്യൂഷൻ കാണാൻ സാധിക്കുന്നില്ല. കറൻ്റ്ലി ഈ പുതിയൊരു സോണ് ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. ആ ഒരു സോൺ ഷിഫ്റ്റ് വന്നിരിക്കുന്നത് ഈ പ്ലേ ഗ്രൗണ്ടിലോട്ടാണ് കൂടുതൽ ഏരിയ വന്നിരിക്കുന്നത്. നമുക്ക് ഇതുവരെ മണി ടർഫി വരാത്ത പുതിയൊരു സോണാണ് ഇന്ന് വന്നിരിക്കുന്നത്. കൊള്ളാം, നല്ലൊരു സോണാണ്. സോ KVP ആ ഒരു സോൺ ഷിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. ആ ഒരു സോൺ ഷിഫ്റ്റ് കഴിയുമ്പോൾ എല്ലാവരും കൂടെ ഡ്രാഗാ ഓക്കെ. KVP എല്ലാവരും ഈ ഒരു ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. അവര് അവിടെ 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 ക്രാഷ്, ബാലൻ അവിടെ ക്രാഷ് ആയിരിക്കുകയാണ്. KVPയുടെ എല്ലാ പ്ലേയേഴ്സും ഈ ഒരു ഏരിയയിലോട്ട് വന്നിറങ്ങി ഈ ഒരു ബിൽഡിംഗ് കയറുകയാണ്. TVയെ അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ബാലൻ TVക്ക് KVP 9 പ്ലേയേഴ്സാണുള്ള കറൻ്റ്ലി സോണിൻ്റെ അകത്ത്. എല്ലാവരും ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ടില്ല. ഇവർ എൻട്രി എടുത്തേക്കുന്ന ഏരിയ സോൺ ഔട്ട് ആവാൻ പോവുകയാണ് ഏത് നിമിഷവും. ബാലൻ അവിടെ കത്തിയും പോയിട്ടുണ്ട്, അത് അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ടാവും. മുട്ടൻ്റെ ജിൻ ബ്രോയുടെ പ്രശ്നം മാറിയല്ലോ. ഹലോ ബ്രോയുടെ ഇഷ്യൂ എന്തായിരുന്നു? ഇപ്പൊ എനിക്ക് മറ്റേ ടർഫ് ഉണ്ട്. കേട്ടില്ല. ടർഫ് ഉണ്ട് ക്രോസ് ഹെയറിന്റെ അടുത്ത് വന്നിരിക്കണേ. ക്രോസർ എടുത്ത് ബ്രോയുടെ റെസൊല്യൂഷൻ മാറി കിടക്കുമായിരുന്നു. അല്ലല്ല അയ്യോ. ഓക്കെ, ഇവിടെ സോൺ ഷിഫ്റ്റായി അവരുടെ പിറ്റിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അവിടെ എല്ലാവരും ആ ഒരു ഇതിലോട്ട് എൻട്രി എടുത്തിട്ടുണ്ട്. ഒരാൾ ബൈ ഫൂട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഐസൻ പിക്ക് ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവും. ബട്ട് ഇവിടെ TVയുടെ അഗ്രസീവ് പിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാവരും ഓരോ ബിൽഡിങ്സ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഓക്കെ, സോറോയുടെ വണ്ടിക്ക് നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. അവിടെ KVPയുടെ വേറൊരു വണ്ടി വന്ന് അവിടെ സ്പ്രേ ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും പ്ലേ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മൊട്ടലിജിൻ്റെ വണ്ടിക്ക് നല്ല രീതിയിലാണ് സ്പ്രേ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പൂവള്ളി അവിടെ തറയിൽ വീണിട്ടുണ്ട്. പൂവള്ളി ഇപ്പോൾ ഡൗൺ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ബട്ട് പൂവള്ളി ഹീൽ ചെയ്ത് ബാക്കിലോട്ട് ഓടിയിട്ടുണ്ട്. വിൻസെൻ്റ് ഇപ്പോൾ ഡൗൺ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. വിൻസെൻ്റ് ഡൗൺ ആയിരിക്കുകയാണ്. മോബി വിൻസെൻ്റ് പിക്ക് ചെയ്തു. സാമിസ് കാർ അവിടെ മേളിൽ കയറിയിട്ടുണ്ട്. സാമിസ് കാറിനെ പിക്ക് ഓഫ് ചെയ്യാൻ സാവേജ് അവിടെ സാമിസ് കാറിനെ പിക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. മുകളിൽ നിന്ന് നല്ലൊരു കവർ. എവിടെ നിന്ന് അടിച്ച സാവേജ്? അപ്പോൾ ബാലൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. KVPയുടെ 2 പ്ലേസ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പൂവള്ളി ഈ ഒരു ബിൽഡിംഗ് വണ്ടിയുടെ പുറകിൽ പെട്ടുപോയിട്ടുണ്ട്. ഓക്കെ, സൂപ്പർ. ഓക്കെ, വളരെ നല്ല കാര്യം. അപ്പോൾ സക്സസ്ഫുള്ളി ടർഫ് TVക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. റൊഡറാറോ സോറോ അവിടെ ഡൗൺ ആയിരിക്കുകയാണ്. അവിടെ സ്പെക്ടറോയി ഡൗൺ ആയിട്ടുണ്ട്. ടോറസ് ഫാങ് ഡൗൺ ആയിരിക്കുകയാണ്. ഇവിടെ 3 പ്ലേയേഴ്സ് അവർക്ക് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. സോണില്ലെങ്കിൽ ചോദിക്കണം ബ്രോ. അവരും അടിച്ചെന്നോ? എടാ അതാ പറഞ്ഞേ, സോണില്ലെങ്കിൽ ചോദിക്കണം, ഇട്ടുകൊടുക്കും.
നമുക്കറിയത്തില്ല തിരിച്ചു കയറിയ കാര്യം. ഫൈറ്റ് കിടക്കുമല്ലേ. നോക്ക, ഇപ്പോഴാണ് സോണെന്ന് പറഞ്ഞ് ഇപ്പോഴാണ് ഇടുന്നത്. കണ്ടോ, ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം. സാരമില്ല, പോട്ടെ, കല്ലുവല്ലി വാ. അപ്പോൾ അങ്ങനെ KVPയുടെ ലാസ്റ്റ് ബാക്കിയുള്ള കുറച്ച് പ്ലേയേഴ്സ് ഈ ഒരു ഏരിയയിലുണ്ട്. ടർഫ് അവർക്ക് കിട്ടിയെന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. TPLലെ പ്ലേയേഴ്സ് ഒക്കെ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പാവം ബാലൻ, അവൻ്റെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കണേ. അവനിപ്പോൾ വിഷമിച്ച് സങ്കടപ്പെട്ട് പോയി കാണുമല്ലേ. നീലാണോ അടിച്ചത്? എനിക്കറിയത്തില്ല. അവരും അടിച്ചിട്ടുണ്ടെങ്കിൽ റീടർഫാണ്. ഇപ്പോൾ വൺ സൈഡ് FRP ആണെങ്കിൽ ഓപ്പോസിറ്റ് ടീമിനായിരിക്കും ടർഫ് പോവുക. അല്ല, ഡബിൾ സൈഡ് FRP ആണെങ്കിൽ നാളെ റീഷെഡ്യൂൾ ആവും. ഓക്കെ, വീണ്ടും നല്ല രീതിയിൽ പിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടർ ലെജൻഡ് ഐസൻ ഇഷിഗോ അവിടെ വണ്ടി ഓടിച്ച് കളിക്കുകയാണ്. ബാക്കിയുള്ള പ്ലേയേഴ്സ് എവിടെ? ഐസൻ ഇഷിഗോ മൊട്ട ലെജൻഡ് അവിടെ വണ്ടി ഓടിച്ച് കളിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോഴും. സ്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രോ സോണൊക്കെ കിട്ടിയോ ബ്രോ? എൻജോയ്. പാവം കേട്ടാ, അവന് ഇപ്പോ മാനസികമായി അവന് വിഷമമായി കാണും. പാവം വഹാറോ ഇല്ല ഇതെങ്കിലും നടക്കട്ടെ അതോ. ബട്ട് പിക്കില്ല അല്ല കാര്യം. സോൺ ഔട്ട് ഫയറിംഗ് ആണ് ചെയ്താലും FRP ആണ് ഇൻ കേസ് ഓപ്പോസിറ്റ് പ്ലെയറിന് അല്ലെങ്കിൽ പോലും. നീൽ സോണിൽ നിന്നാണ്. ഓക്കെ, ബട്ട് സോൺ ഔട്ട് ഫയർ ചെയ്ത FRP ആണ് കിളി. ഇല്ല അതിലെ പോലും. ഗൈസ് സി, ഫസ്റ്റ് ഓഫ് ഓൾ ടിക്കറ്റ് KVP വലിക്കണം. ടർഫ് കഴിഞ്ഞ് ഇത്ര മണിക്കൂറിനുള്ളിൽ KVP ടിക്കറ്റ് വലിക്കണം. KVP ടിക്കറ്റ് വലിച്ച് കഴിയുമ്പോഴത്തേക്ക് TVയുടെ സൈഡിൽ എന്തെങ്കിലും ടിക്കറ്റ് റേസ് ചെയ്യാനുണ്ടെങ്കിൽ TVക്ക് റേസ് ചെയ്യാം. മനസ്സിലായോ? എന്നിട്ട് FRP രണ്ട് സൈഡും ഉണ്ടെങ്കിൽ റീടർഫ് ആയിരിക്കും. അല്ല, TVയുടെ സൈഡിൽ മാത്രമാണ് FRP എങ്കിൽ KVPക്ക് ടർഫ് പോകും. ഇതാണ് ബേസിക്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ജുഗുറു ആ ഒരു ഏരിയ ഹോൾഡ് ചെയ്യാണ്. ലാസ്റ്റ് സോൺ ഷിഫ്റ്റ് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. KVPയുടെ പ്ലെയേഴ്സ് എല്ലാവരും ആ ഒരു ആംഗിളിൽ വന്ന് നല്ല രീതിയിൽ സ്പ്രേ വരുന്നുണ്ട്. അലക്സ് അവിടെ ഓടി കയറി പൊക്കോണ്ടിരിക്കുകയാണ്. ഗണ്ണെടുത്ത് ബാക്കി വെച്ചിട്ടുണ്ട്. സ്കൗട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അലക്സിനിട്ട് സാവേജിൻ്റെ വക 2 വെടി. പാവം അലക്സിൻ്റെ കുട്ടിക്ക് സാവേജിൻ്റെ 2 ബുള്ളറ്റ് ഇരിപ്പുണ്ട്. നമുക്ക് പിന്നെ ടർഫ് ഏജ് എടുത്ത് മാറ്റാം. KVP എല്ലാവരും തിരിച്ച് അവരുടെ വണ്ടി എടുത്ത് റൊട്ടേഷൻ ചെയ്യാനുള്ളൊരു പരിപാടിയാണെന്ന് തോന്നുന്നു. ഞാനെന്ത് ചെയ്യാനാ? വെയിറ്റ് ഞാൻ ഇട്ടരാം. എടാ ഞാൻ ഇടിച്ചരാം. വെയിറ്റ് ഞാൻ ഇടിച്ചരാം. അടി അടി അടി. മൊട്ടനിജിൻ അവിടെ പോയിട്ടുണ്ട്. ആരോ വീഡിയോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ക്രേസി ഗോപാല് ഫീൽ ചെയ്യുന്നുണ്ട്. സ്വന്തം വണ്ടിയാണോ വീഡിയോ ചെയ്ത് അറിയത്തില്ല നമുക്ക്. ഓ, സ്റ്റാലിൻ ഡയസ് അവിടെ നിന്ന് ഇച്ചിഗോനെയും അതുപോലെ മാർക്കൻഡ്രിക്ക് നല്ലൊരു ടാഗ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബാലൻ സാവേജ് ആൻഡ് ഓക്സി ഈ ഒരു ഏരിയ ഒന്ന് നല്ലൊരു സ്പ്രേ ചെയ്യുന്നുണ്ട് ക്രേസി ഗോപാലനെ.
ഇറ്റാച്ചി മോബി ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണം. മാർക്കൻട്രിക്ക് കവർ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ എന്തൊരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അവിടെ അലാവുദ്ദീൻ അടിച്ചോണ്ടിരിക്കുന്നു. നമുക്ക് അല്ലാണ്ട് ബാക്കിൽ കൂടെ കയറാം. നമുക്ക് കെ സി ഗോപാലൻ ഇവിടെ സോൺ ഔട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. കെ സി ഗോപാലനെ സ്പോട്ട് ചെയ്ത് സോണിൽ കയറാൻ കെ സി ഗോപാലൻ സാധിക്കും. ഈ ഒരു ഏരിയയിൽ കറണ്ട് ആരുമില്ല ടി വിയുടേത്. നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാവരും ഇപ്പുറത്തോട്ട് എത്തിയിരിക്കുകയാണ്. ഓക്കെ, സോണ് ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. ടി വിയുടെ മിക്ക പ്ലേയേഴ്സും സോൺ ഔട്ടിലാണ്. കെ പിയുടെ വിക്കി തന്നെ അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ടി വിയുടെ ബാക്കി എല്ലാവരും ഈ ഒരു ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. അവിടെ എന്താ വെടി പൊട്ടിയല്ലോ സോൺ ഔട്ട്. ഓക്കെ, പക്കിയുടെ വക സോൺ ഔട്ടിൽ നിന്ന് ഫയറിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ FRP വന്നു കഴിഞ്ഞാൽ ടർഫ് എന്തായാലും 3 ടർഫായിരിക്കും. പിക്കി തന്നെ പിക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഐസൻ ഷിഗോ ഡൗൺ ആയിട്ടുണ്ട്. KVPയുടെ മാർക്ക് ഹെൻറിനെ അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാർക്ക് ഹെൻറിനെ സ്റ്റീവ് സ്പോട്ട് ചെയ്തത്. മാർക്ക് ഹെൻറിനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് സ്റ്റീവ്. നൈസ് ആംഗിൾ. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ KVPയുടെ 2 പ്ലേയേഴ്സ്. അലക്സ് ഡെവോർ KVP പക്കിയുടെ ഒപ്പം സോണിലോട്ട് ഓടി വന്നിട്ടുണ്ട്. ക്രേസി ഗോപാലൻ ആൻഡ് അതേപോലെ തന്നെ മൊട്ടഡിജിൻ വന്നു. ബട്ട് ഗോപാലൻ ഹീൽ ചെയ്തുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. തോക്കെടുക്കാൻ മറന്നുപോയെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ KVPയുടെ എല്ലാ പ്ലേയേഴ്സും ഡൗൺ ആയിരിക്കുകയാണ്. ഇതിനകത്ത് തല്ല് കൊള്ളാത്ത ഏതെങ്കിലും ഭാഗമുണ്ടെങ്കിൽ അവിടെ നിന്ന് തല്ലാതെ വിചാരിച്ചാൽ നടക്കൂല. ഇന്ന് സ്റ്റോപ്പ്